സീതാരാമം പലരുടെയും ഫേവറേറ്റ് സിനിമയാണ്. സീതാരാമത്തിന്റെ സംവിധായകനായ ഹനു രാഘവപുടി ഇനി സംവിധാനം ചെയ്യുന്നത് പ്രഭാസിനെ നായകനാക്കി ഒരു സിനിമയാണ് ഫൗസി. ബ്രഹ്മാണ്ഡ ക്യാൻവാസിൽ തന്നെ ഒരുങ്ങുന്ന ഒരു സിനിമയാണിത്. ഒരു പക്ഷേ ബാഹുബലിക്കു ശേഷം പ്രഭാസിന്റെ ഒരു പ്രൗഡ് കംബാക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സിനിമ. ഹനു രാഘവപുടി എന്ന സംവിധായകനിലുള്ള പ്രതീക്ഷ കൂടിയാണിത്. ബാഹുബലിക്കു ശേഷം പ്രഭാസിൻ്റെതായി പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. സലാർ, കൽക്കി 2898 AD, രാജാസാബ് അങ്ങനെ. പക്ഷേ ഒന്നും ബാഹുബലി പ്രഭാസിന് നൽകിയ ഒരു ഇമ്പാക്റ്റ് കാത്തുസൂക്ഷിക്കാൻ സഹായിച്ചിട്ടില്ല എന്നു വേണം പറയാൻ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രഭാസിന്റെ ഒരു മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി തന്നെയാണ് ആരാധകർക്ക് ഫൗസി. ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. 2026 തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്നതാണ് സന്തോഷ വാർത്ത. ഡിസംബർ 3 ഈ പ്രഭാസ് ചിത്രം ആഗോള റിലീസിനെത്തുന്നത്. ഒരു പോസ്റ്ററിനൊപ്പമാണ് ഫൗസിയുടെ റിലീസ് തീയതിയും എത്തിയിരിക്കുന്നത്. ചോരപുരണ്ട് ചുറ്റും കിടക്കുന്ന മൃതദേഹങ്ങൾക്ക് നടുവിലുള്ള ഒരു പാറപ്പുറത്ത് തോക്കും പിടിച്ചിരിക്കുന്ന പ്രഭാസിനെയാണ് പോസ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പാൻ ഇന്ത്യൻ ചിത്രം നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സാണ്. പ്രഭാസും ഹനു രാഘവപുടിയും മൈത്രി മൂവി മേക്കേഴ്സും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ടി സീരീസ് ഫിലിംസ് ആണ് ഫൗസി അവതരിപ്പിക്കുന്നത്. എ ബറ്റാലിയൻ ഹു ഫൈറ്റ്സ് അലോൺ എന്നതാണ് ഫൗസിയുടെ ടൈറ്റിൽ ടാഗ് ലൈൻ. ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു സിനിമയാണിത്. 1940 കാലഘട്ടമാണ് പശ്ചാത്തലമാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ മറഞ്ഞുപോയ ഒരു ധീരയോദ്ധാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കൊളോണിയൽ ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ഓപ്പറേഷൻ ഇസഡ് എന്ന സൈനിക നീക്കത്തിനും പ്രാധാന്യമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അന്താരാഷ്ട്ര സാങ്കേതിക നിലവാരത്തിലാണ് ഫൗസി ഒരുങ്ങുന്നത്. നമുക്കറിയാം, സീതാരാമത്തിലെ ഓരോ ഫ്രെയിമുകളും അത്രയേറെ ദൃശ്യമികവോടെയാണ് ഹനു രാഘവപുടി നമുക്ക് മുന്നിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ വമ്പൻ ക്യാൻവാസിൽ പ്രഭാസുമായി ഒന്നിച്ച് ഒരു സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻസും അത്രയും ഹൈ ആയിരിക്കും. തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലും ഫൗസി റിലീസിനെത്തും.